മോളെ, എന്താ മോൾക്ക് പറ്റിയത്? ആരാ മോളെ ഉപദ്രവിച്ചത്? അമ്മ എന്നെ പേടിപ്പിച്ചു. എല്ലാവരും എന്നെ പേടിപ്പിച്ചു. ആരാ എന്റെ മോളെ പേടിപ്പിച്ചത്? അംബികെ, മോള് വെറുതെ ടെൻഷൻ ആക്കണ്ട. കണ്ടില്ലേ, നിന്നെ കണ്ടപ്പോ തന്നെ അവൾക്ക് പ്രകടമായ മാറ്റമുണ്ട്. അതെ, ഇനി പെട്ടെന്ന് ഓർമ്മകൾ തിരിച്ചു വന്നോളും. ഇനി നീ ആത്മഹത്യ ചെയ്തായിരുന്നാ മതി. ദൈവത്തെ പോലെ എന്റെ മുന്നിൽ ഇപ്പൊ ഉള്ളത് ഡോക്ടർ. എനിക്ക് ജീവിതം തിരിച്ചു തന്നതും ഡോക്ടർ. അല്ലെങ്കിൽ എന്റെ മോളെ കാണാൻ ഞാനിപ്പോ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. എന്നെ ഫോൺ വിളിച്ച് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചില്ല എന്റെ അനിയത്തിയെ തിരിച്ചു തരാനാണെന്ന്. ജീവിതത്തില് ഞാൻ മറക്കാത്ത ഒരു മനുഷ്യൻ അത് നിങ്ങളായിരിക്കും ഡോക്ടർ. അത്രയ്ക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല സിദ്ധാർത്ഥ. ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഞാനൊരു നിമിത്തമായെന്ന് മാത്രം. ഞാനല്ലെങ്കിൽ മറ്റൊരാൾ. ഓരോരുത്തർക്കും വിധിച്ചിട്ടുള്ള വിധിക്ക് കാലളയായിട്ട് വരും. എന്താടാ? സൂപ്പർ ഡയലോഗ്. എങ്ങനെ പറഞ്ഞു ഒപ്പിച്ചു? ഇവര് സംസാരിച്ചു തുടങ്ങിയപ്പോഴേ അവസാനം എന്നോട് നന്ദി പറയുമെന്ന് ഞാൻ ഊഹിച്ചു. അപ്പം മുതലും മനസ്സിൽ സ്വരുക്കുറ്റി വെച്ച വാക്കുകളാ. കുടുംബജീവിതം തകരണം. മുമ്പൊരു സംശയം ഗൗരിയുടെ മനസ്സിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ. അതൊന്നുകൂടി ഊതി വീർപ്പിക്കാൻ ഇത് ധാരാളം മതി. തകരണം അർജുന. എന്നെ തകർത്ത കുടുംബം അപ്പാടെ തകരണം. SP ഹരിശങ്കർ വീടും കുടുംബവും ഒന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞൊരു ഭ്രാന്തനെ പോലെ നടക്കുന്നത് എനിക്ക് കാണണം. കൺമുന്നിൽ വെച്ച് മാനസയുടെയും മൈനയുടെയും ജീവിതം തകരുന്നതുകൂടി കണ്ട് വേദനിക്കണമായ. ഞാൻ പോയി കഴിഞ്ഞും ഇവിടെ ഇരുന്ന് സങ്കടപ്പെടരുത്. കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. മാനസയുടെ ജീവിതവും തകരാതെ നോക്കണ്ടേ? ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, എന്തെങ്കിലും ഒരു വഴി ഏട്ടൻ കാണും. ഒന്നിനും തടസ്സം പറയരുത്. അയ്യോ സാറ് ധൈര്യമായിട്ട് പൊക്കോ. എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. ശരി, നാളെ ഹോസ്പിറ്റലിൽ പോകണ്ടല്ലേ? അവൾ ഇവിടെ നിൽക്കട്ടെ. ലോകത്തെവിടെയെങ്കിലും എന്റെ അനിയത്തിയും കുഞ്ഞും സുരക്ഷിതമായിട്ട് ഇരിക്കുമെങ്കിൽ അതിവിടെയായിരിക്കും. ഹലോ, ഗൗരി ഹിയർ. ഹലോ ഡോക്ടറെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരാ? എനിക്ക് മനസ്സിലായില്ല. എന്റെ പേര് കേൾക്കുമ്പോ ഫോൺ കട്ട് ചെയ്യരുത്. നിങ്ങൾ ആരാണെന്ന് പറയൂ. ഞാൻ കുറച്ച് തിരക്കിലിരിക്കുക. ഞാൻ അർജുനാ, മൈനയുടെ മുൻ ഭർത്താവ്. ഇപ്പോഴല്ല. നീ എന്നെ വിളിക്കുന്നത് എന്തിനാ? എന്റെ നമ്പർ നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഡോക്ടറെ പോലൊരു VIP നമ്പർ കിട്ടാനാണോ പാട്? അത് കൊള്ളാം. അർജുൻ, എനിക്ക് നിന്നോടൊന്നും സംസാരിച്ച് കളയാനുള്ള സമയമില്ല. ആവശ്യമില്ലാതെ വിളിക്കരുത്. ആവശ്യമുണ്ട്. എനിക്കല്ല, ഡോക്ടർക്ക്. അർജുൻ, വെറുതെ ഓരോന്ന് പറഞ്ഞിങ്ങനെ സമയം കളയാതെ നീ പെട്ടെന്ന് കാര്യം എന്താണെന്ന് വെച്ചാ പറ. എനിക്ക് പറയാനല്ല, നിങ്ങളുടെ ഭർത്താവിന്റെ നല്ല കുറെ ഫോട്ടോസ് കാണിച്ചു തരാനാണുള്ളത്. ഇപ്പൊ ഞാൻ ഡോക്ടർക്ക് മെസ്സേജ് ചെയ്യും. അതുകൊണ്ട് ഞെട്ടരുത്. ഇനി നമുക്ക് പരസ്പരം കൂടുതൽ കൂടുതൽ സ്നേഹിക്കാം, നമ്മുടെ കുഞ്ഞിന് വേണ്ടി.
ഞാൻ എന്തെങ്കിലും അറിയാതെ പറഞ്ഞു പോയാ സിദ്ധു കാര്യമാക്കരുത്. മനസ്സിലൊന്നും മറച്ചു വെക്കില്ല ഞാൻ. സിദ്ധുവിനെ പോലെ തന്നെ. അർജുൻ, ഈ അപകടം പിടിച്ച കളി നിർത്തുന്നത് നിനക്ക് നല്ലത്. ആർക്കെതിരെയാ നീ ഈ പടക്കിറങ്ങുന്നതെന്ന് ശരിക്കറിയാലോ. ഈ ഫേക്ക് ചിത്രങ്ങളെല്ലാം ഹരി കണ്ടാലുണ്ടല്ലോ, നിന്റെ ജീവിതം അതോടെ തീരും. എനിക്കറിയാം, എന്റെ ദേഹത്ത് പോലീസുകാർ കയറി ചവിട്ടുനാടകം നടത്തുന്നത് എനിക്ക് നന്നായി അറിയാം. പക്ഷേ ഈ ഫോട്ടോകൾ ഫേക്ക് ആണെന്നും മോർഫ് ചെയ്തതാണെന്നും ഒരിക്കലും പറയരുത്. ഒളിച്ചു നിന്ന് വളരെ കഷ്ടപ്പെട്ട് ഞാൻ എന്റെ മൊബൈലിൽ പകർത്തിയെടുത്തതാണ് ഈ ചിത്രങ്ങളെല്ലാം. ഞാൻ വിശ്വസിക്കില്ല. ഒരു കാലത്തും ഞാനിത് വിശ്വസിക്കില്ല. വൈരാഗ്യം തീർക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം ഉണ്ടാക്കിയതാ ഇതെല്ലാം. വൈരാഗ്യം ദേഷ്യം ഉണ്ടെന്നുള്ളത് സത്യ. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ അയാൾ തട്ടിയെടുത്തത്. ഞാൻ മോഹിച്ച പെണ്ണിനെ ഈ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. എന്റെ ജീവിതം തകർത്ത ആളോട് എനിക്ക് വൈരാഗ്യം തോന്നുന്നത് തെറ്റാണോ? അർജുൻ, നീ പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെ പറയണ്ട.